ഓം ചൈതന്യരൂപം അമൃതസ്വരൂപം സകലാനുഗ്രഹ ഭാഗവതം മനുഷ്യരൂപേഷു കൃഷ്ണസ്വരൂപം നമാമി. മള്ളിയോർ വാഴും തിരുമേനി പാദം. ഓം ഗം ഗണപതേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ഹ്രീം നമഃ ശിവായ. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ഡായൈ വിച്ചൈ നമഃ. ഓം ധ്യായാമോ ധവളാവകുണ്ഠനവതിം തേജോമയീം നഷ്ടികീം സ്നിഗ്ധാപംഗവിലോകിനീം ഭഗവതീം മന്ദസ്മിത ശ്രീമുഖീം വാത്സല്യാമൃതവർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീം ശ്യാമാംഗീം മധുസിക്തസൂക്തിം ശ്രീ അമൃതാനന്ദാത്മികാം ഈശ്വരീം ശ്യാമാംഗീം മധുസിക്തസൂക്തിം ശ്രീ അമൃതാനന്ദാത്മികാം ഈശ്വരീം. നമസ്കാരം. ശ്രീ മഹാഭാഗവത കുടുംബത്തിലെ സത്സംഗത്തിൻ്റെ 208-ാം ദിവസം. അമ്മയുടെ ചരിതം നാം പറയാൻ തുടങ്ങിയിട്ട് ഇന്ന് 57 ദിവസങ്ങളാവുകയാണ്. ഇന്നലെ 56-ന്റെ പ്രാധാന്യം നമ്മൾ സൂചിപ്പിച്ചിരുന്നു. 28-ഉം 56. അമ്മയുടെ അവദാനങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട് 57 ദിവസം. അതിനൊരു പ്രത്യേകതയുള്ളത്, ഇന്ന് ദശമിയാണ്. ഇന്ന് നക്ഷത്രം ആയില്യമാണ്. ഇന്ന് തിങ്കൾ കലാധരൻ്റെ ദിവസമായ തിങ്കളാഴ്ച. ഇത്രയും കൂടി ഒത്തുവരിക. അമ്മേ 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 എന്ന് സാക്ഷാൽ ജഗദംബയെ വിളിക്കുന്ന, ജീവിച്ചിരിക്കുന്ന, നമ്മോടൊപ്പമുള്ള സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം എന്ന മഹാപദത്തിൻ്റെ മഹാദർശനം മനസ്സിലാക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ ഗുരുവായി ജനിച്ച സ്ഥലത്ത് ആസ്ഥാനമായി മാറ്റിയ അമ്മ. ആ അമ്മയുടെ അവദാനങ്ങളാണ് നമ്മൾ ചിങ്ങം 1 മുതൽ ഈ 57 ദിവസം കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ ദിവസം ദശമി കൂടിയായപ്പോൾ സ്വർണത്തിന് സുഗന്ധം പോലെ, ചന്ദനത്തിന് ഹരിചന്ദന സുഗന്ധം പോലെ ശ്രേഷ്ഠമായിരിക്കും. അടുത്ത ദശമി വിജയദശമിയാണ്. ഇതൊരു വലിയ പുണ്യമാണ്. ഇന്ന് കേരളം മുഴുവൻ ആയില്യം പൂജ നടന്ന ദിവസമാണ്. തിങ്കൾ കലാധരൻ്റെ ദിവസമായ തിങ്കളാഴ്ച. തിങ്കൾ കലാധരനായ പരമശിവന് ആഭരണമായി അണിഞ്ഞ പാമ്പിനെയാണ്, അനന്തനെയാണ് ശ്രീ മഹാവിഷ്ണു തൻ്റെ ശയ്യയാക്കി മാറ്റിയത്. ശങ്കരൻ്റെ ആഭരണം മഹാവിഷ്ണുവിൻ്റെ ശയ്യയായി മാറി. പരശുരാമൻ കേരളം സൃഷ്ടിച്ചിട്ട് ഇതുവഴി പോയപ്പോൾ കേരളത്തിലെ ജനങ്ങളെല്ലാം കൂടെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ തൊഴുത് അപേക്ഷിച്ചു എന്നാണ്. കൃഷി യോഗ്യമല്ല ഈ ഭൂമി, കടൽ മാറി കരയായതുകൊണ്ട്. ഉപ്പുരസം ഈ ഭൂമിയിലുണ്ട്, അതുകൊണ്ട് ഇത് കൃഷിയോഗ്യം ആക്കി തന്നില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കുമെന്ന് ചോദിച്ചപ്പോൾ പരശുരാമൻ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ പരമശിവനെ സ്മരിച്ചെന്നും വിവരം പറഞ്ഞെന്നും പരമശിവൻ പെട്ടെന്ന് അനന്തനെ വിളിക്കാൻ പറഞ്ഞെന്നും ഈ സങ്കടം അനന്തനോട് പറയുക എന്ന് പറഞ്ഞപ്പോൾ അനന്തനെ വിളിച്ചു. അനന്തൻ വന്നു. അനന്തനോട് സങ്കടം പറഞ്ഞു. എൻ്റെ ഗുരുനാഥനായ പരമശിവനാണ് അങ്ങയോട് പറയാൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും നമുക്ക് അതിന് പരിഹാരമുണ്ടാക്കാം, ഗുരുകാരുണ്യമുണ്ടെങ്കിൽ എന്ന് അനന്തൻ പറയുകയും തൻ്റെ ഗണങ്ങളെല്ലാം വിളിച്ചു കൂട്ടി അവർ വരിവരിയായി നിന്നു. അപ്പോൾ ചുണ്ട ഭൂമിയിലോട്ട് ചേർത്ത് വെച്ചു. നാക്ക് നീട്ടാൻ പറഞ്ഞു. മുകളിലേക്ക് ശ്വാസം എടുക്കാൻ പറഞ്ഞു. അങ്ങനെ നാഗഗണങ്ങൾ അവരുടെ ചുണ്ട ഭൂമിയിലേക്ക് വെച്ച് നാക്ക് കൊണ്ട് ഭൂമിയിൽ സ്പർശിച്ച് മേപ്പോട്ട് ശ്വാസം പിടിച്ചപ്പോൾ ഈ കടലോരെല്ലാം ഉപ്പുരസമെല്ലാം നാഗങ്ങൾ സ്വീകരിച്ചു. അതിൻ്റെ നന്ദിക്കാണ് കർക്കിടക മാസം മുതൽ തുടങ്ങുന്ന ആചാരാനുഷ്ഠാനങ്ങളിൽ
കർക്കിടക മാസം രാമായണ മാസം, ചിങ്ങമാസം ഓണം, ജന്മാഷ്ടമി, അത്തമ്പത്തോണം, വിനായക ചതുർത്ഥി, കന്യമാസത്തിൽ നവരാത്രിയോടനുബന്ധിച്ച് കന്യമാസത്തിലെ ആയില്യം നക്ഷത്രം, ആ നാഗങ്ങളെ സ്മരിക്കാനായി ഒരു ദിവസം അതിനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നു. എത്രയോ പരമോദാരമായ ഉത്കൃഷ്ടമായ ഒരു ദർശനമാണ് ആ ദിവസം. അമ്മയുടെ അവദാനങ്ങൾ കേൾക്കാൻ നമ്മൾ തുടങ്ങിയിട്ട് 57 ദിവസം ആവുന്നു. അമ്മയുടെ പ്രിയപ്പെട്ട ശിഷ്യനും മഠത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുമായ നമ്മുടെ എത്രയോ യജ്ഞങ്ങളിൽ വന്ന് അനുഗ്രഹിച്ചിട്ടുള്ള ആദരണീയനായ പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിജിയുടെ 2 പുസ്തകം പൂർത്തീകരിച്ചു നമ്മൾ. അത് കഴിഞ്ഞ് അമ്മയുടെ ജീവചരിത്രം, വളരെയേറെ പ്രതിബന്ധങ്ങളിലൂടെ അമ്മ എത്തിയ സാഹചര്യം നമ്മൾ കേട്ടു. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് അമൃതം ഗമയ എന്ന പുസ്തകത്തിൻ്റെ 2ാം വോളിയത്തിലെ അധ്യായങ്ങളാണ്. അത് വളരെ ഏറെ പേർക്ക്, ലോകത്തിൻ്റെ നാനാഭാഗത്തിലുള്ള ആളുകൾക്ക് കൂടുതൽ ഐശ്വര്യപൂരിതമാക്കുന്നതിനും കർമ്മമണ്ഡലം തേജോമയമാക്കുന്നതിനും ഇടയാകുന്നു എന്ന് ഓരോ ദിവസവും ആളുകൾ അറിയിക്കാറുണ്ട്. അവരെല്ലാം നമസ്കരിച്ചുകൊണ്ട് ഉള്ളിലേക്ക് തിരിയുക എന്ന അധ്യായമാണ് ഇന്ന് നമ്മൾ കേട്ടു തുടങ്ങുന്നത്. മക്കളെ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ തളർന്നു പോകുന്നവരാണ് നമ്മളിൽ പലരും. വാസ്തവത്തിൽ മഹത്തായ ശക്തിയും അത്ഭുതകരമായ കഴിവുകളും ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. ആ ശക്തിയെയും കഴിവുകളെയും അറിയാതെയും ഉണർത്താതെയും നമ്മുടെ ജീവിതം കടന്നു പോവുകയാണ് പതിവ് എന്നമ്മ ഈ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. ചില ആപൽ ഘട്ടങ്ങളിൽ ചിലരിൽ അത്ഭുതകരമായ കഴിവുകൾ പ്രകടമായതിൻ്റെ അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും. മനസ്സിനെ ശാന്തമാക്കി ആത്മവിശ്വാസത്തോടെ ഉള്ളിലേക്ക് നോക്കാൻ തയ്യാറായാൽ ഏത് സാഹചര്യത്തെയും നേരിടാനും വിജയം വരിക്കാനുമുള്ള ശക്തി നമുക്ക് അവിടെ കണ്ടെത്താൻ കഴിയും. ഒരിക്കൽ അതിപ്രശസ്തനായ ഒരു സംഗീതജ്ഞൻ ആയിരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു സദസ്സിന് മുമ്പാകെ തൻ്റെ പരിപാടി അവതരിപ്പിക്കാനെത്തി. അമ്മ എഴുതുകയാണ്. പരിപാടി തുടങ്ങി. സംഗീതജ്ഞൻ വയലിൻ കയ്യിലെടുത്ത് ആലാപനം തുടങ്ങി. എന്നാൽ എന്തോ ഒരു പന്തികേട്, ഒന്നും വേണ്ട പോലെ ശരിയാകുന്നില്ല. അദ്ദേഹം വയലിനിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഒരു ഞെട്ടലോടെ അത് തൻ്റേതല്ല എന്ന് തിരിച്ചറിഞ്ഞു. ബന്ധപ്പെട്ട് എഴുന്നേറ്റ് അണിയറയിലേക്ക് ചെന്നു. തൻ്റെ വയലിനു വേണ്ടി തിരഞ്ഞു. അത് അവിടെയെങ്ങും കണ്ടില്ല. വിരോധികൾ ആരോ അത് മാറ്റി പകരം വെച്ചതാണ് താനിപ്പോൾ ഉപയോഗിച്ചത്. ഒരു നിമിഷം അദ്ദേഹം തളർന്നുപോയി. അടുത്ത നിമിഷം ശക്തി സംഭരിച്ച് ദൃഢനിശ്ചയത്തോടെ തന്നോട് തന്നെ പറഞ്ഞു, ഉപകരണത്തിലല്ല സംഗീതം ഇരിക്കുന്നത്, എൻ്റെ ആത്മാവിലാണ് എന്ന് ഞാൻ ഇന്ന് തെളിയിക്കും. അതിന് ഈശ്വരൻ എന്നെ അനുഗ്രഹിക്കട്ടെ. തിരിച്ചു വേദിയിൽ ചെന്ന് അതേ വയലിനെടുത്ത് വണങ്ങി വായന തുടങ്ങി. അതിഗംഭീരമായ ആ സംഗീത പ്രവാഹത്തിൽ സദസ് ഒന്നാകെ ലയിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഗീത പരിപാടികളിലെ ഏറ്റവും മികച്ച ഒന്നായിരുന്നു അന്ന് അരങ്ങേറിയത്. അനൽപമായ ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. ഓരോ വ്യക്തിയുടെ ഉള്ളിലും താൻ ഇതുവരെ ഉണർത്തിയിട്ടില്ലാത്ത ഒരു സംഗീതമുണ്ട്. അനന്തമായ സാധ്യതയുണ്ട്. ശ്രമിച്ചാൽ അതിനെ കണ്ടെത്താനും ഉണർത്താനും ഓരോ വ്യക്തിക്കും കഴിയും. അതുപോലെ തന്നെ സ്വയം നിയന്ത്രിക്കാനും ഉദ്ധരിക്കാനുമുള്ള കഴിവും എല്ലാവരിലുമുണ്ട്. ഒട്ടും ക്ഷമയില്ലാത്തവരെന്ന് സ്വയം കരുതുന്നവർ പോലും സ്വന്തം മേലുദ്യോഗസ്ഥൻ്റെ മുമ്പിൽ ക്ഷമ കാണിക്കും. ഏറ്റവും ക്രൂരനായ കുറ്റവാളിയുടെ ഹൃദയത്തിലും സ്വന്തം കുഞ്ഞിനോട് സ്നേഹമുണ്ടാകാതിരിക്കില്ല. ക്ഷമയും സ്നേഹവും ധൈര്യവും കാരുണ്യവും എല്ലാം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. പക്ഷേ എല്ലാവരിലും എപ്പോഴും അവ ഒരുപോലെ പ്രകാശിക്കുന്നില്ലെന്ന് മാത്രം. നമ്മൾ ഉള്ളിലേക്ക് നോക്കി ബോധപൂർവം പ്രയത്നിക്കുകയാണെങ്കിൽ ഉള്ളിലെ സകല നല്ല ഗുണങ്ങളെയും നമുക്ക് ഉണർത്താൻ സാധിക്കും. ബാഹ്യലോകം നമുക്ക് നേരെ വെല്ലുവിളികൾ ഉയർത്തും, പരിശ്രമങ്ങളിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. അപ്പോൾ ധ്യാനാത്മകമായി ഉള്ളിലേക്ക് നോക്കിയാൽ അതിനെല്ലാം അതീതമായൊരു ശക്തിയും ശാന്തിയും നമുക്കവിടെ കണ്ടെത്താം. മക്കളെ, അസൂയ എന്ന് പറയുന്ന അധ്യായം, ജനിച്ചു വീഴുന്ന നിമിഷം മുതൽ സമൂഹം നമ്മളെ നിരന്തരം വിലയിരുത്തുകയും മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അത് കാരണം മറ്റുള്ളവരുമായി തന്നെ തുലനം ചെയ്യുകയും തന്നേക്കാൾ കഴിവുള്ളവരോട് അസൂയ തോന്നുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. അസൂയ നമ്മുടെ ഉള്ളിടത്തോളം മനഃശാന്തി ലഭിക്കുക അസാധ്യമാണ്. ഒരിക്കലൊരു സ്ത്രീ അമ്മയെ കാണാനും ആശ്രമത്തിൽ കുറച്ചു ദിവസം താമസിക്കാനുമായി അമേരിക്കയിൽ നിന്ന് കേരളത്തിലെത്തി. ശാന്തമായ ആശ്രമ അന്തരീക്ഷം അവർക്ക് വളരെ ഇഷ്ടമായി.
ആശ്രമത്തിലെത്തിയ ഉടനെ അവർ അമ്മയുടെ ദർശനത്തിന് വന്നു. ദർശനം കഴിഞ്ഞ അമ്മ അവരോട് തൊട്ടടുത്ത് തന്നെ ഇരിക്കാൻ പറഞ്ഞു. അതിനു മുൻപ് ഒരിക്കലും അവർക്ക് അത്തരം അവസരം ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് അവർ എല്ലാം മറന്ന് ആനന്ദത്തോടെ കുറേ നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് അവർ പലരോടും തൻ്റെ സന്തോഷം പങ്കുവച്ചു. അടുത്ത ദിവസവും ഏറെ പ്രതീക്ഷയോടെ അവർ അമ്മയുടെ ദർശനത്തിനെത്തി. അന്നും അമ്മ അവരോട് അടുത്തിരിക്കാൻ പറഞ്ഞു. സന്തോഷം കൊണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അമേരിക്കയിലെ തൻ്റെ അയൽക്കാരി അമ്മയുടെ ദർശനത്തിന് വരുന്നതാണ് അവർ കണ്ടത്. അയൽക്കാരി അടുത്തെത്തിയപ്പോൾ അമ്മ അവർക്കും തൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരിക്കാൻ ഇടം കൊടുത്തു. അത് ആദ്യത്തെ ഭക്ത ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അയൽക്കാരിയുമായി അവർ നല്ല രസത്തിലായിരുന്നില്ല. അയൽക്കാരി അമ്മയുടെ തൊട്ടടുത്തിരിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അമ്മയുടെ അടുത്തിരിക്കാൻ ഇവൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് എന്നൊക്കെയായി അവരുടെ ചിന്ത. അതോടെ അതുവരെ അനുഭവിച്ചിരുന്ന ആനന്ദവും ശാന്തിയും അവർക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടു. മാസങ്ങളോളം അധിക സമയം ജോലി ചെയ്താണ് അവർ ഭാരതത്തിലേക്കുള്ള യാത്രയ്ക്ക് ആവശ്യമായ പണം സ്വരൂപിച്ചത്. ആശ്രമത്തിൽ കുറച്ച് ദിവസം താമസിക്കുക എന്നത് അവരുടെ വലിയ സ്വപ്നമായിരുന്നു. ഒടുവിൽ ആ സ്വപ്നം സാക്ഷാത്കരിച്ചപ്പോൾ അതിൻ്റെ ആനന്ദം നുകരാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്താ കാരണം? അസൂയ കാരണം. തൻ്റെ അയൽക്കാരി അമ്മയുടെ അടുത്തിരുന്ന ഓരോ നിമിഷവും അവർക്ക് ദുസ്സഹമായി തീർന്നു. അസൂയയും കുശുമ്പും മനസ്സിനെ കീഴടക്കുമ്പോൾ അതിൻ്റെ ദോഷഫലം ആദ്യം അനുഭവിക്കുന്നത് നമ്മൾ തന്നെയാണ് എന്ന് ഈ സംഭവം പഠിപ്പിക്കുന്നു. അസൂയ സ്വന്തം ശാന്തി നഷ്ടമാക്കുന്നതിന് പുറമെ സമൂഹത്തെ ആകമാനം ബാധിക്കുന്ന വൻ വിപത്തുകൾക്കും കാരണമാകാം. ദുര്യോധനന് ബാല്യം മുതൽക്കേ പാണ്ഡവന്മാരോടുള്ള അസൂയയും മത്സര ബുദ്ധിയുമാണ് പിന്നീട് കുരുവംശത്തിൻ്റെ നാശത്തിന് കാരണമായ മഹാഭാരത യുദ്ധത്തിന് വഴിതെളിച്ചത്. അതിനാൽ കുട്ടികൾ തമ്മിലുള്ള മത്സര ബുദ്ധി അസൂയയിലേക്ക് വഴിമാറാതിരിക്കാൻ മാതാപിതാക്കളും അധ്യാപകരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് അമ്മ ഈ അധ്യായത്തിൽ സൂചിപ്പിക്കുന്നത്. മറ്റൊരാളുടെ ഉയർച്ചയിൽ താനും സന്തോഷിക്കുന്ന ഭാവമാണ് സൗഹൃദം. നമ്മൾ ഒരാളെ സൗഹൃദത്തോടെ കാണുകയും അയാളെ സഹായിക്കുകയും ചെയ്യുമ്പോൾ സമാനമായ ഒരു ഭാവം അയാളിലും ഉണരും. അങ്ങനെ സൗഹൃദഭാവം വളർത്തിയാൽ അവിടെ അസൂയയ്ക്ക് സ്ഥാനമില്ലാതാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം പൂർത്തീകരിക്കുന്നത്. അടുത്ത അധ്യായം ആത്മീയതയും ഭൗതികതയും. മക്കളെ, ആധ്യാത്മിക ജീവിതം, ഭൗതിക ജീവിതം എന്നിങ്ങനെ ജീവിതത്തെ വ്യത്യസ്തമായി കാണേണ്ട കാര്യമില്ല. മനോഭാവത്തിലുള്ള വ്യത്യാസം കാരണമാണ് രണ്ടും രണ്ടായി തോന്നുന്നത്. ലോകജീവിതത്തിൻ്റെ നടുവിലും എങ്ങനെ ശാന്തിയും സന്തോഷവും കൈവരിക്കാൻ സാധിക്കുമെന്ന് പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ് ആധ്യാത്മികത. പായസത്തിന് മധുരം നൽകുന്ന ശർക്കര പോലെ ആധ്യാത്മികത ജീവിതത്തെ മധുര്യമുള്ളതാക്കുന്നു. ഭൗതിക സുഖം ആഗ്രഹിക്കുന്നവർ ദുഃഖം കൂടി അനുഭവിക്കാൻ തയ്യാറാണ്. കാരണം സുഖവും ദുഃഖവും ജീവിതത്തിൻ്റെ സ്വഭാവമാണ്. ക്ലോക്കിൻ്റെ പെൻഡുലം ഉയരത്തിലേക്ക് പോകുമ്പോൾ അത് തിരിച്ചു വരാനുള്ള ആയമെടുക്കുകയാണ്. അതുപോലെ ഓരോ സുഖത്തിന് പിന്നിലും ദുഃഖമുണ്ട്. ഇതിനർത്ഥം ഭൗതികം പൂർണ്ണമായും ത്യജിക്കണമെന്നല്ല. ആധ്യാത്മികത കൂടി മനസ്സിലാക്കി ഭൗതിക ജീവിതം നയിക്കണമെന്നേ അമ്മ പറയുന്നുള്ളൂ. അങ്ങനെയാകുമ്പോൾ ദുഃഖിച്ച് തളരേണ്ടി വരില്ല. ഇനി കോവിഡ് കൊറോണയൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ ആശ്രമത്തിൽ എത്തുമ്പോൾ അവിടുത്തെ ബുക്ക് സ്റ്റാളിൽ ഈ പുസ്തകമുണ്ട്. ഇപ്പം ഇന്ന് രാവിലെ ചക്കുളത്ത് ആയില്യം പൂജയ്ക്ക് ചെന്നപ്പോൾ നമ്മുടെ ലൈവ് സ്ഥിരമായി കാണുന്ന ചക്കുളത്ത് വന്ന ഒരു ഭക്തൻ പറഞ്ഞു, അത് എറണാകുളത്ത് നിന്ന് വന്നതാണ്. വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇതിലെ കാര്യങ്ങൾ അദ്ദേഹം റെക്കോർഡ് ചെയ്ത് ഇത് പ്രിൻ്റ് ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, പ്രിൻ്റ് ചെയ്ത പുസ്തകം അവിടെ ഇരിപ്പുണ്ട്, അപ്പോൾ അങ്ങത് വാങ്ങി 10 പേർക്ക് കൊടുത്താൽ മതി എന്ന് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും ഇന്നത്തെ കാലത്ത് ഈ ലൈഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം പഠന ക്ലാസ്സുകളുണ്ട്. ഈ പുസ്തകമുണ്ടെങ്കിൽ ഇതൊക്കെ പരിഹരിക്കാൻ സാധിക്കും. ഇത് മുതിർന്നവർ മാത്രം സ്വീകരിച്ചാൽ പോരാ, കുട്ടികളെ കൂടി ശീലിപ്പിക്കണം. തുടരുകയാണ് ആത്മീയതയും ഭൗതികതയും എന്നുള്ള അധ്യായം. ഇൻ്റർവ്യൂവിന് പോകുന്നവൻ്റെയും ജോലി കിട്ടിപ്പോകുന്നവൻ്റെയും മനോഭാവങ്ങൾ തമ്മിൽ അന്തരമുണ്ട്. ഇൻ്റർവ്യൂവിന് പോകുന്നവന് എന്ത് ചോദ്യങ്ങളാണ് ചോദിക്കുക, അവയ്ക്ക് ഉത്തരം പറയാൻ കഴിയുമോ, ജോലി കിട്ടുമോ എന്നിങ്ങനെയുള്ള ടെൻഷൻ എപ്പോഴും കൂടെ ഉണ്ടാവും. എന്നാൽ ജോലിക്ക് ചേരാൻ പോകുന്നവനതില്ല. ജോലി അവന് കിട്ടിക്കഴിഞ്ഞ് അതിൻ്റെ ആഹ്ലാദം അവനിൽ കാണാൻ കഴിയും. ഇതുപോലെയാണ് ആധ്യാത്മികത അറിഞ്ഞുള്ള ജീവിതം. താൻ നേടുന്ന ആനന്ദം തന്നിൽ തന്നെയാണ് എന്നയാൾ ബോധിച്ചു കഴിഞ്ഞു.
അമ്പലപ്പറമ്പിൽ നിൽക്കുമ്പോൾ അവിടെ ഏത് നിമിഷവും അമിട്ട് പൊട്ടും എന്നറിഞ്ഞിരുന്നാൽ നമ്മൾ ഞെട്ടുകയില്ല. അതുപോലെ ലോകത്തിൻ്റെയും ലോക വസ്തുക്കളുടെയും സ്വഭാവം ഇന്നതാണെന്ന് അറിഞ്ഞു ജീവിച്ചാൽ പരാജയങ്ങൾക്ക് മുൻപിൽ തളരേണ്ടി വരില്ല. ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അങ്ങ് നിത്യവും ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചു തരുന്നതിൽ നമസ്കാരം എന്നാണ് സ്വപ്ന കെ ദാസ് പറഞ്ഞത്. പ്രത്യേക സന്തോഷം. ഞാനൊരു പോസ്റ്റ്മാനായിട്ടിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ ഇത്രയും പേര് ഇത് കേൾക്കാനിരിക്കുമ്പോൾ അമ്മ എഴുതിയ ഒരു കത്ത് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുതരുന്ന ജോലിയേ എനിക്കുള്ളൂ. അതാണ് പുസ്തകത്തിലെ വായിക്കുന്നതാണെന്ന് അറിയാനാണ് അമ്മയുടെ പുസ്തകം കാട്ടിയത്. അപ്പോൾ പോസ്റ്റ്മാൻ ചെയ്യുന്ന ജോലി ചെയ്യുന്നു, കത്ത് വായിക്കേണ്ടത് വീട്ടിലിരിക്കുന്നവരാണ്. അപ്പോൾ ഫ്രം കൂടി എഴുതിയാലേ പോസ്റ്റ്മാന് ഇത് ആരെഴുതിയെന്ന് മനസ്സിലാവും. ടൂവും മാത്രം എഴുതിയാലും കത്ത് കൊണ്ട് കൊടുക്കണം. ഇത് നമുക്ക് ടൂവും ഫ്രമും അറിയാം. നമ്മൾ പറയുന്നത് ഭക്തരോടാണ്, എഴുതിയത് അമ്മയാണ്. നിങ്ങളടുക്കൽ കൊണ്ടുതരുന്ന ജോലിയേ ഉള്ളൂ. സന്തോഷം സ്വപ്ന. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് അമ്മ അതിനെ എത്രയോ സുന്ദരമായ ഉദാഹരണങ്ങളിലൂടെയാണ് അറിയിക്കുന്നത്. അവിടെയാണ് അതിൻ്റെ പ്രസക്തി. നമുക്ക് ജീവിതത്തിൽ ജീവിക്കാൻ കുറേ പണം വേണം. ഒരു സുഹൃത്തിനോട് പോയി ചോദിക്കാമെന്ന് വിചാരിക്കുകയാണ്. സുഹൃത്തിനെ കണ്ടാൽ ഒന്നുകിൽ പണം കിട്ടും, ചിലപ്പോൾ പണം കിട്ടിയില്ലെന്ന് വരാം, ചിലപ്പോൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ കിട്ടിയെന്ന് വരാം, ചിലപ്പോൾ പരിചയഭാവം കൂടി നടിച്ചൊന്നും വരില്ല. ഇതിൽ ഏതും സംഭവിക്കാമെന്ന് മുൻകൂട്ടി ചിന്തിച്ചു പോകുന്നവന് എന്ത് തന്നെ സംഭവിച്ചാലും വിഷമമില്ല. കാരണം താൻ മുൻകൂട്ടി പ്രതീക്ഷിച്ചതാണ്. ഉണങ്ങിയ ചുള്ളിക്കമ്പിലിരിക്കുന്ന കിളി ഏത് നിമിഷവും പറന്നുയരാൻ തക്ക ജാഗ്രതയിലായിരിക്കും ഇരിക്കുന്നത്. ഏത് നിമിഷവും ആ കമ്പൊടിയാം എന്നതിനറിയാം. അതുപോലെ പണം, പദവി, ബന്ധുജലം തുടങ്ങിയവ ഏത് നിമിഷവും പൊട്ടിപ്പോകുന്ന ചുള്ളിക്കമ്പുകളാണ്. അതിനാൽ ശാശ്വതമായതെന്തോ അതിലൂന്നി നിൽക്കണം. അപ്പോൾ നമുക്ക് നേരിടേണ്ടി വരുന്ന ഓരോ പ്രതിബന്ധത്തെയും പുഞ്ചിരിയോടെ നേരിടാനാകും. ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ ആവശ്യമായതെല്ലാം നമ്മൾ ചെയ്യണം. പക്ഷേ അതെല്ലാം ആത്മീയ ജീവിതമാകുന്ന അടിത്തറയിൽ നിന്ന് വേണം. അങ്ങനെയായാൽ ഭൗതികമായ ഐശ്വര്യമുണ്ടാവും, ധർമ്മബോധവും മൂല്യങ്ങളും ഉണ്ടാവും. ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും ഒരുമിച്ച് നിന്നാലെന്ന പോലെ സർവരംഗങ്ങളിലും വിജയമുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം പൂർത്തീകരിക്കുന്നത്. വിഷാദത്തെ അതിജീവിക്കുക എന്ന അധ്യായം. മക്കളെ, ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വിഷാദത്തിന് പിടിയിൽപ്പെടാത്തവർ വിരളമായിരിക്കും. പ്രയാസങ്ങളും പരാജയങ്ങളും ഒക്കെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ വിഷാദം കടന്നു വരുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അത് അധിക നേരം നീണ്ടു നിൽക്കാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കരുത്. കാരണം നമ്മുടെ ആരോഗ്യത്തെയും ക്രിയാശക്തിയെയും മാനസികമായ കഴിവുകളെയും എല്ലാം വിഷാദം കാർന്നതിനും ജീവിതത്തിൽ ഒരു വഴി അടഞ്ഞാൽ 9 വഴികൾ തുറക്കുമെന്ന ചൊല്ല് നമ്മൾ മറക്കരുത്. ഹൃദയഭാരം ഇറക്കി വെക്കാൻ വിശ്വസ്തരായ കൂട്ടുകാരോടും വീട്ടുകാരോടും ബന്ധുക്കളോടും തുറന്ന് സംസാരിക്കാം. ആവശ്യമെങ്കിൽ ഡോക്ടറുടെ സഹായം തേടണം. വിഷാദ രോഗം ബാധിച്ചവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്ന് കഴിക്കുന്ന കാര്യത്തിൽ ഒരു കാരണവശാലും അശ്രദ്ധ കാണിക്കരുത്. കാല് സംരക്ഷിക്കാൻ ചെരുപ്പ് ധരിക്കുന്നത് പോലെ മനസ്സിൻ്റെ സ്വസ്ഥത കാത്തു സൂക്ഷിക്കാൻ കൃത്യമായി മരുന്ന് കഴിക്കേണ്ടത് ആവശ്യമാണ്. മാനസിക രോഗം ബാധിച്ചവരുടെ മനസ്സ് ക്രമാതീതമായി പ്രവർത്തിക്കും. അത് കാരണം അവരുടെ മനസ്സിന് ആവശ്യമായ വിശ്രമം കിട്ടില്ല. മനസ്സിനെ നിയന്ത്രിക്കാനോ അതിന് വിശ്രമം നൽകാനോ അവർക്കത്ര എളുപ്പം സാധിക്കില്ല. മരുന്നിൻ്റെ സഹായത്തോടെ മനസ്സിന് വിശ്രമം നൽകുകയാണ് ഇതിനുള്ള പോംവഴി. വിഷാദ രോഗം ബാധിച്ചവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു മാർഗമാണ് ഏതെങ്കിലും കർമ്മത്തിൽ മുഴുകുക എന്നത്. കർമ്മത്തിൽ ഏർപ്പെടുമ്പോൾ സ്വയം ഒരു തോടിനുള്ളിലേക്ക് ഉൾവലിയാനുള്ള സാധ്യത ഇല്ലാതാകുന്നു. അതിനു പുറമെ കർമ്മത്തിൽ ശ്രദ്ധ കൊടുക്കുന്നതിലൂടെ മനസ്സിന് ഉന്മേഷവും ഏകാഗ്രതയും ലഭിക്കുന്നു. ചിട്ടയോടെ കുറച്ചുനാൾ ജോലി ചെയ്യുന്നതിൻ്റെ ഫലമായി മനസ്സിന് ആരോഗ്യം തിരിച്ചു കിട്ടുന്നു. ഇഷ്ടമുള്ള വിനോദത്തിൽ ഏർപ്പെടുന്നതും മനസ്സിന് ഉന്മേഷം വീണ്ടെടുക്കാൻ പ്രയോജനപ്പെടും. വിഷാദ രോഗത്തിന് കഴിച്ചുകൊണ്ടിരുന്ന മരുന്നിൻ്റെ അളവ് ഒരു പരിധിവരെ കുറയ്ക്കാനും അത് സഹായിക്കും. അപ്പോൾ ജോലി ഒന്നും ചെയ്യാതെ മാറിയിരിക്കുന്നവരിൽ വിഷാദ രോഗം വഷളാകുന്നതായാണ് കാണപ്പെടുന്നത്. വിഷാദമുള്ളവർക്ക് ധ്യാനം പോലുള്ള ആധ്യാത്മിക സാധനങ്ങൾ പ്രയോജനപ്പെടും. എന്നാൽ അവ
വളരെ ചെറിയ തോതിൽ മാത്രമേ പരിശീലിക്കാവൂ. 10-15 മിനിറ്റ് മാത്രം ധ്യാനിക്കുന്നതാണ് ഉചിതം. വിഷാദം മൂലം വിഷമിക്കുന്നവർ മറ്റുള്ളവരെക്കാൾ അധികം സംശയവും ദേഷ്യവും ഒക്കെ പ്രകടിപ്പിച്ചെന്നിരിക്കും. എന്നാൽ അത് അവരുടെ സ്വഭാവമല്ല, രോഗം കാരണമാണ് എന്ന് മനസ്സിലാക്കി മറ്റുള്ളവർ അനുഭാവത്തോടെ പെരുമാറണം. തനിക്ക് അസുഖമില്ലെന്നും മറ്റുള്ളവർക്കാണ് മാനസിക പ്രശ്നമുള്ളതെന്നും രോഗി കരുതാനിടയുണ്ട്. അത് കാരണം അവരുമായി ഇടപെടുന്നവർക്ക് കുറച്ച് കഴിയുമ്പോൾ ക്ഷമ നഷ്ടമാകും. കൊച്ചു കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന അതേ മനോഭാവത്തോടെ നമ്മൾ അവരുമായി ഇടപെടണം. വിഷാദ രോഗം മൂലം കഷ്ടപ്പെടുന്നവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ബന്ധുക്കൾക്കും സ്നേഹിതർക്കും സഹപ്രവർത്തകർക്കും അവരോട് സ്നേഹത്തോടെയും ക്ഷമയോടെയും ഇടപെടാനുള്ള ശക്തി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം പൂർത്തീകരിക്കുന്നത്. കഴിവുകൾ ഉണർത്തുക എന്ന അടുത്ത അധ്യായത്തോടുകൂടി നമുക്ക് ഇന്നത്തെ സത്സംഗം പൂർത്തീകരിക്കാം. മക്കളെ, ഈശ്വരൻ നമ്മളെല്ലാം അനേകം കഴിവുകൾ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. അതേസമയം നിരവധി പോരായ്മകളും ദൗർബല്യങ്ങളും നമുക്കുണ്ട്. ഈ സാഹചര്യത്തിൽ വിജയം നേടണമെങ്കിൽ നമ്മുടെ ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് തിരുത്തുകയും കഴിവുകൾ കണ്ടെത്തി പോഷിപ്പിക്കുകയും ചെയ്യണം. എപ്പോഴും ക്രിയാത്മകമായി ചിന്തിക്കാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ ദൗർബല്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് വിഷമിച്ചിരുന്നാൽ തീർച്ചയായിട്ടും പരാജയം സംഭവിക്കും. നമ്മുടെ കഴിവുകളെ എങ്ങനെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷേ പലരും സ്വന്തം കഴിവുകളെക്കുറിച്ചല്ല, കഴിവ് കേടുകളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇതേവരെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത പല കഴിവുകളും നമ്മളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. എന്നാൽ അവയെ കണ്ടെത്താൻ, അവയെ പോഷിപ്പിക്കുവാനും ശ്രമിക്കുന്നതിന് പകരം നിരാശയിൽ മുഴുകുകയാണ് പലരും. അത് കാരണം ഉള്ള കഴിവുകൾ പോലും തുരുമ്പെടുത്തു പോകുന്നു. തമ്പാൻ, ഞാൻ പറഞ്ഞതൊരു പരമമായ സത്യമായതുകൊണ്ടാണ്. അമ്മ എഴുതിയ ഒരു കത്ത് ഞാൻ കൊണ്ടു തരുന്നു എന്ന് പറയുന്നതാണ് ശരി എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ സൂചിപ്പിച്ചതാണ്. നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ ഏറ്റവും വലിയ ദൗർബല്യങ്ങൾ പോലും നേട്ടമാക്കി മാറ്റാൻ നമുക്ക് കഴിയും. ഇത് പറയുമ്പോൾ ഒരു കഥ ഓർക്കുന്നു. വാഹനാപകടത്തിൽ ഇടത് കൈ നഷ്ടപ്പെട്ട ഒരു യുവാവ് ഗുസ്തി പഠിക്കാനായി ഒരു ഗുരുവിനെ ചെന്ന് കണ്ടു. അമ്മ എഴുതുകയാണ്, വികലാംഗനായ തന്നെ വിദ്യാർത്ഥിയായി ഗുരു സ്വീകരിക്കുമോ എന്ന് അയാൾക്ക് ആശങ്കയുണ്ടായി. എന്നാൽ ഗുരു യാതൊരു മടിയും കൂടാതെ ആ യുവാവിനെ ശിഷ്യനായി സ്വീകരിച്ച് ഗുസ്തി പരിശീലനം നൽകി തുടങ്ങി. 3 മാസം കഴിഞ്ഞിട്ടും ഗുരു അയാൾക്കൊരു അഭ്യാസമുറ മാത്രമാണ് പഠിപ്പിച്ചിരുന്നത്. അതിൽ സംശയം തോന്നിയ യുവാവ് ഗുരുവിനോട് ചോദിച്ചു, ഗുരു, എൻ്റെ സഹപാഠികളെല്ലാം അനേകം മുറകൾ അഭ്യസിക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ ഒരേ ഒരു മുറ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. എനിക്ക് മറ്റ് മുറകൾ പറഞ്ഞു തരുന്നത് എപ്പോഴാണ്? ഗുരു പറഞ്ഞു, നീ ഈ ഒരു അടവ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അതുകൊണ്ട് തന്നെ നിനക്ക് വിജയിക്കാൻ ആവും. യുവാവിന് അത് കേട്ട് തൃപ്തിയായില്ല, വിശ്വാസമായില്ല. എങ്കിലും ഗുരുവിലുള്ള വിശ്വാസം കാരണം അയാൾ ആദ്യം പഠിച്ച മുറ തന്നെ വളരെ ശ്രദ്ധയോടെ അഭ്യസിച്ചുകൊണ്ടിരുന്നു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഗുരുകുലത്തിലെ വിദ്യാർത്ഥികൾക്കായി ഗുരു ഒരു ഗുസ്തി മത്സരം നടത്തി. ഈ യുവാവും അതിൽ പങ്കുകൊണ്ടു. ആദ്യത്തെ 2 റൗണ്ടിലും യുവാവ് നിഷ്പ്രയാസം വിജയിച്ചു. അയാൾക്ക് തന്നെ അത് നിശ്ചയിക്കാനും വിശ്വസിക്കാനും ആയില്ല. 3ാമത്തെ റൗണ്ടിൽ എതിരാളി ശക്തനായിരുന്നു. അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും ഈ യുവാവ് തന്നെ ഒടുവിൽ വിജയം നേടി. അങ്ങനെ ഒറ്റക്കയ്യനായ ഈ യുവാവ് ഗുസ്തി മത്സരത്തിൽ ചാമ്പ്യനായി. യുവാവ് ഗുരുവിനോട് ചോദിച്ചു, ഗുരുനാഥ, ഗുസ്തി മത്സരത്തിൽ ഞാൻ ചാമ്പ്യനായി എന്ന കാര്യം എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഒരു കൈ മാത്രമുള്ള എനിക്ക് എങ്ങനെയാണ് മറ്റുള്ള എല്ലാവരെയും പരാജയപ്പെടുത്താൻ കഴിഞ്ഞത്? ഗുരു പറഞ്ഞു, വളരെ ദുഷ്കരമായ ഒരടവാണ് നീ വശമാക്കിയത്. ആ അടവ് ഉപയോഗിച്ച് എതിരാളിയെ പൂട്ടിയാൽ അതിൽ നിന്ന് മോചനം നേടാനുള്ള ഒരേ ഒരു വഴി നിന്റെ ഇടത് കൈ പിടിച്ച് എതിരാളി തിരിക്കുക മാത്രമാണ്. എന്നാൽ നിനക്ക് ഇടത് കൈ ഇല്ലാത്തതിനാൽ അത് അയാൾക്ക് അസാധ്യമായി. അങ്ങനെ ആ യുവാവിൻ്റെ ഏറ്റവും വലിയ പോരായ്മ അവൻ്റെ കഴിവായി തീർന്നു. ഗുരുനാഥൻ്റെ കാരുണ്യമാണ് അതിന് കാരണമെന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ, അല്ലെങ്കിൽ വായിക്കുന്ന ഞാൻ, ഒരിക്കലും മറക്കരുത്. ഞാൻ ഈ കഥ 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഗുരുനാഥ എന്ന അമ്മയുടെ സ്കൂളിൽ പഠിക്കുന്ന
അമ്മ ചോറൂണ് നടത്തിയ അമൃതവർഷിണി എഴുതിയിരിക്കുന്നു. അമൃതവർഷിണിക്ക് പ്രത്യേക നമസ്കാരം. എൻ്റെ കണ്ണ് നിറയുന്നു ഗുരുനാഥ എന്ന് തമ്പാൻ പള്ളിയോട്ട് കാസർഗോഡ് എന്ന് എഴുതിയിരിക്കുന്നു. സന്തോഷം തമ്പാൻ. ഇതൊരു വലിയ കാര്യമല്ലേ? വാസ്തവം പറഞ്ഞാൽ ഈ അധ്യായം 2 പ്രാവശ്യം വായിക്കണം എന്ന് സൂചിപ്പിച്ചു. ഇൻ മോറൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് അറ്റ് 4th സ്റ്റാൻഡേർഡിലാണ് അമ്മ എഴുതിയ ഈ കഥയുള്ളതെന്നാണ്. അപ്പോൾ ദശമി ദിനത്തിലെ ഒരു കാണിക്കയായി നമുക്ക് അമ്മയുടെ ആ വലിയ ഒരു ആശയം ഉൾക്കൊള്ളുന്ന ഭാഗം സ്വീകരിക്കാം. വിവേകപൂർവമായ പ്രയത്നമുണ്ടെങ്കിൽ ദൗർബല്യങ്ങളെ പോലും കഴിവുകളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ പരിമിതികളെയും ദൗർബല്യങ്ങളെയും അതിക്രമിക്കാൻ പ്രാപ്തമാക്കുന്ന ആത്മബോധവും നമ്മളിലുണ്ട്. ആ ആത്മബോധത്തെ ഉണർത്തിയാൽ നമ്മുടെ വാസ്തവികമായ പൂർണ്ണതയെ നമുക്ക് അനുഭവിച്ചറിയാം എന്ന് പറഞ്ഞുകൊണ്ട് 24 മിനിറ്റ്. നമ്മൾ ആദ്യം 1 മണിക്കൂറായിരുന്നു, പിന്നീട് അരമണിക്കൂറായി. കാരണം 7 മുതൽ 8 വരെയുള്ള ലൈവ് കഴിഞ്ഞ് 1 മണിക്കൂർ ഗ്യാപ്പിൽ ചില ആളുകളുടെ അപേക്ഷ ഇത് 11 മണി വരെ തുടർന്നാൽ എന്നൊക്കെയാണ്. വിദേശത്തുള്ളതാണ്. കാരണം അവിടെ 1.5 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ ബൈക്കിലായതുകൊണ്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നെത്തിയാൽ കുറച്ചുകൂടി അവർക്ക് സൗകര്യമായിരുന്നു എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ 9 മുതൽ 10 വരെയുള്ള സമയമെന്ന് ക്രമീകരിച്ചത് നമ്മുടെ ശ്രോതാക്കളിൽ കൂടുതലും കുട്ടികളാണ്. ഭാഗവത കുടുംബത്തിലെയും അമ്മയുടെ മക്കളായും അമ്മയുടെ ഗൃഹസ്ഥ മക്കളായും ഒക്കെയുള്ള ലോകത്തിൻ്റെ നാനാഭാഗത്തിരിക്കുന്നവർക്ക് ഈ സമയം ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഏർലി ഗോ ടു ബെഡ് ആൻഡ് ഏർലി എവേക്ക് എന്നാണല്ലോ. അതുകൊണ്ട് 10 മണിയൊക്കെ ആകുമ്പോൾ അപ്പോൾ സമ്പൂർണ്ണമായി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടക്കാം. അല്ലെങ്കിൽ 9 മണിക്ക് തുടങ്ങുന്നതിന് മുൻപ് ഭക്ഷണം കഴിച്ചിട്ട് ഇരുന്നാൽ, ഭക്ഷണം കഴിച്ചാൽ 1 മണിക്കൂർ കഴിഞ്ഞ് മിനിമം കിടക്കാവുന്നതാണ്. അപ്പോൾ സുരേഷ് കുമാർ സാറൊക്കെ അങ്ങനെയാണ്. നേരത്തെ കഴിച്ചിട്ട് ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് കിടന്നാൽ സുഖമായി 4:30-5 മണിയാകുമ്പോൾ എഴുന്നേൽക്കാൻ സാധിക്കും. നാളെ ഏകാദശിയാണ് എന്നോർത്ത് വളരെ മംഗളകരമായ ദിവസം, മംഗളവാരം കൂടിയാണ്, മകം നക്ഷത്രമാണ് എന്നുകൂടി ഓർത്ത് ഇന്നത്തെ ദിവസം ഭംഗിയാക്കി തന്ന മള്ളയൂർ തിരുമേനി തൃപ്പാദങ്ങളും അമ്മയും അഖില ഗുരുപരമ്പരയും നമ്മളെ അടുത്ത ദിവസവും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ശ്രീ മഹാഭാഗവത കുടുംബാംഗമായ തിരുവനന്തപുരം ശ്രീകാര്യം കരിമ്പുംകോണം ക്ഷേത്രത്തിലെ നിവിൻ ഇന്ന് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴി ഇവിടെ ഉണ്ട്. അദ്ദേഹം എൻ്റെ മുന്നിൽ ശ്രോതാവായിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരുടെയും ചക്കുളത്തെ ക്ഷേത്രത്തിലും കയറി തൊഴുതിട്ടാണ് വന്നത്. നമ്മുടെ യജ്ഞങ്ങൾ കേരളത്തിൽ എവിടെ നടന്നാലും അവിടെ എത്തുന്നയാളാണ്. ഒട്ടേറെ കർമ്മ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഈ മഹത്തായ ധർമ്മത്തിൽ പങ്കെടുക്കുന്ന ഭാഗവത കുടുംബാംഗങ്ങളിൽ ആ കൈതപ്രം തിരുമേനിയെയൊക്കെ നമ്മുടെ യജ്ഞവേദിയിൽ എത്തിക്കാൻ വളരെ കൂടുതൽ തിരുമേനിയുടെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഈ മഹാദർശനത്തിൻ്റെ സാന്നിധ്യം, നേരത്തെ 7 മണിക്കുള്ള ലൈവിൽ ഫിലിപ്പ് സക്കറിയ വന്നതുപോലെ, അദ്ദേഹത്തിൻ്റെ ആ കുടുംബം വന്നതുപോലെ ഈ ചടങ്ങിലും നിവിൻ്റെ സാന്നിധ്യം നമുക്ക് ശ്രേഷ്ഠമാണ്. എല്ലാവരുടെയും കുടുംബങ്ങളിൽ സർവ്വ സൗഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ചടങ്ങ് തുടങ്ങുമ്പോൾ എല്ലാ ദിവസവും ധ്യായാമോ ധവളാവകുണ്ഠനമതിയും എന്ന ധ്യാനകീർത്തനമിടുന്ന ജിനേഷ് ഓം പൂർണ്ണ പരബ്രഹ്മ സ്വരൂപിണ്യെ നമ എന്നാണ് എഴുതിയിരിക്കുന്നത്. വളരെ സന്തോഷം. അമ്മയുടെ അവദാനങ്ങൾ വാഴ്ത്തുന്ന ഒരു വലിയ ചടങ്ങിന് ഗുരു പരമ്പരയുടെ മഹത്തായ ദർശനങ്ങൾ നമ്മളിപ്പോൾ ചട്ടമ്പൈസ്വാമിയുടെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും ശങ്കരാചാര്യ സ്വാമിയുടെയും ഒക്കെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി, പക്ഷേ അവരെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ഖേദം നമുക്കുണ്ട്. നമുക്കിപ്പോൾ അമ്മയെ കാണാം. നമുക്ക് ഇപ്പോൾ അമ്മയെ ദർശിക്കാനുള്ള സാധ്യതകളും അവസരങ്ങളും ഒക്കെ വരുമ്പോൾ അവിടെ ചെന്ന് കാണാം. നമ്മോടൊപ്പം ജീവിക്കുന്ന എൻ്റെ അഭിപ്രായത്തിൽ 1 മിനിറ്റ് പോലും അമ്മ വിശ്രമിക്കാറില്ല എന്നാണ്. ഇപ്പോഴും അവിടെ നടക്കുന്ന ചടങ്ങുകൾ ബ്രഹ്മചാരി ശ്രേഷ്ഠന്മാരും സന്യാസി ശ്രേഷ്ഠന്മാരും ഒക്കെ പറയും. അമ്മ ഇപ്പോഴും 1 നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട് കൂടുതൽ ഈശ്വരീയ കാര്യങ്ങളിൽ ആ ധർമ്മം വ്യാപിപ്പിക്കുന്ന പരിശ്രമത്തിലാണ്. അമ്മയുടെ ശിഷ്യന്മാരും അങ്ങനെയാണ്. അപ്പോൾ എന്തുകൊണ്ടും ലോകാരാധ്യയായ അമ്മയുടെ ആസ്ഥാനത്ത് ഈ കോവിഡൊക്കെ കഴിഞ്ഞ് പോയി അമ്മയെ കാണുവാനും ആ ദർശനം അറിയിക്കുവാനും ഒക്കെ സാധിക്കുന്നത് ഒരു വലിയ കടമയാണ്. എല്ലാവരും സമയമുണ്ടാക്കി രാവിലെ 6 മുതൽ രാത്രി 10-10:30 വരെയുള്ള നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും മംഗളകരമായി പങ്കെടുക്കുന്നു. തീർച്ചയായും കോവിഡ് കൊറോണ ഒന്നും നമ്മുടെ മനസ്സിനെയോ ശരീരത്തെയോ തലച്ചോറിനെയോ ഒന്നും ബാധിക്കാതെ ഗുരുവും ഈശ്വരനും എന്ന ഒരു മഹാസങ്കല്പത്തെ കൊണ്ട് നിറച്ചാൽ ഒഴിഞ്ഞ പാത്രത്തിലാണ് വന്ന് വേണ്ടാത്തത് കയറുന്നത്. നിറഞ്ഞ പാത്രത്തിൽ ഒന്നും കയറില്ല എന്ന് എപ്പോഴും ആലോചിക്കണം. അഴുക്കൊഴുകിപ്പോകുന്ന ഓടയിലാണെങ്കിൽ പോലും ഒരു കിണറ്റിലെ വെള്ളം നിറച്ച കുടം കൊണ്ടുവച്ചാൽ അഴുക്കുവെള്ളം അതിൻ്റെ മുകളിൽ കൂടി അങ്ങ് ഒഴുകിപ്പോകും എന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത്.
ഒഴിഞ്ഞ പാത്രത്തിലേക്ക് അതെല്ലാം വന്നു ചാടും. അമ്മ, അച്ഛൻ, ഗുരു, അതിഥി, ഈശ്വരൻ, ഈ മഹാസങ്കല്പം ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പരിശ്രമിക്കുമ്പോൾ ദുരന്തമോ ദുരിതമോ ദുഃഖമോ ദാരിദ്ര്യമോ ഒന്നും നമ്മളെ ബാധിക്കില്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതിന് സമയം, സൗകര്യം, സമ്പത്ത് അണ്ണാറക്കണ്ണനും തന്നാലായതുപോലെ എന്ന നിലയിൽ നമ്മൾ വിനിയോഗിക്കുമ്പോൾ ഒരു ദിവസം 24 മണിക്കൂർ നമുക്ക് നൽകിയതിൽ 12 മിനിറ്റ് രാവിലെയും 12 മണിക്കൂർ വൈകിട്ടും നമ്മൾ സ്ഥിരമായി ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കുക. അതിന് അമ്മ, ഗുരു പരമ്പര നമുക്ക് അനുഗ്രഹം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പതിവ് പോലെ നാമം ജപിച്ച് നമുക്ക് സമർപ്പിക്കാം. സർവേഷാം സ്വസ്തിർഭവതോ, സർവേഷാം ശാന്തിർഭവതോ, സർവേഷാം പൂർണ്ണം ഭവതോ, സർവേഷാം മംഗളം ഭവതോ, സർവേ ഭവന്തു സുഖിനം, സർവേ സന്തു നിരാമയം, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ ശ്രീ ലക്ഷ്മീനാരായണായേതി സമർപ്പയാമി. ശ്രീ സീതാരാമചന്ദ്രായേതി സമർപ്പയാമി. ശ്രീ പാർവതി മഹാദേവായേതി സമർപ്പയാമി. സർവം 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 ശ്രീ അമ്മ അമൃതാനന്ദമയീ ദേവി തൃപാദങ്ങളെ നീ സമർപ്പയാമി. സർവം 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 ശ്രീ മള്ളിയോർ പൊന്നു തിരുമേനി തൃപാദങ്ങളെ നീ സമർപ്പയാമി. ഓം പൂർണ്ണമദഃ പൂർണ്ണം ഇദം പൂർണ്ണാത് പൂർണ്ണം ഉദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണം ഏവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.